ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1841. ഇന്ന് ജനുവരി മാസം 14-ാം തീയതി, ആണ്ടിലെ 14-ാമത്തെ ദിവസത്തിലെത്തി. എന്നിട്ടും പ്രചോദനകരമായി, ആളുകൾക്ക് ഗുണകരമായി നമ്മൾ സ്വയം മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതം അങ്ങനെയൊരു വെളിച്ചം ഒപ്പമുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ശാന്തതയില്, നിശബ്ദതയില്, സ്വയം ഒന്ന് മൗനത്തിലേക്ക് പോകേണ്ടതും ചിലതെല്ലാം ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഒരാളുടെ ജീവിതം എപ്പോഴാണ് അർത്ഥപൂർണമാവുന്നത്? പ്രചോദനകരമായി നമ്മൾ എന്ത് ചെയ്തു എന്നതിനെ ആശ്രയിച്ചാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തില് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ചേർക്കുന്നത്, തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെയല്ലേ പറയുന്നത്: എന്നെ അനുഗമിക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതോടുകൂടി അവർ അവരുടെ വലകൾ ഉപേക്ഷിച്ച്, തൊഴിൽ ഉപേക്ഷിച്ച്, അതുവരെയുള്ള ജീവിതം വിട്ട് അവനെ അനുഗമിക്കുകയാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം കിട്ടത്തക്ക വിധത്തിൽ, മറ്റുള്ളവരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടുന്ന വിധത്തിൽ, ഗുണകരമാവുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊരു അളവുകോൽ കൊണ്ട് സ്വന്തം ജീവിതത്തെ ഒന്ന് അളക്കേണ്ടതാണ്. ആത്മകഥകളൊക്കെ ഒരുപാട് ഇറങ്ങുന്ന കാലമാണ്, എഴുതപ്പെടുന്ന കാലമാണ്, ഓട്ടോബയോഗ്രഫി. ആരെങ്കിലുമൊക്കെ അതിനകത്ത് ഒരു പേജെങ്കിലും പ്രചോദിപ്പിക്കുന്ന വിധത്തില് എത്ര പുസ്തകങ്ങളുണ്ടാവും? അറിയില്ല. അവനവന്റെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമായി മാറേണ്ടതല്ലേ? അങ്ങനെ ഒരു വിധത്തിലും അവരിന് ഗുണകരമാവുന്നില്ലെങ്കിൽ ഞാൻ കെട്ടിയ വേഷങ്ങളും ഞാൻ അഭിനയിച്ച തിരക്കുകളുമെല്ലാം എന്തിനായിരുന്നു? നേടിയതൊന്നും നേട്ടമായിരുന്നില്ല എന്ന് തിരിച്ചറിയാനായിട്ട് അവസാന ശ്വാസം വരെ എന്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്? പിന്നെ എനിക്ക് തിരുത്താനും ആവില്ല. അതുകൊണ്ടാണ് വല്ലപ്പോഴെങ്കിലും ഒരു ബോധിവൃക്ഷ തണലിൽ ഇരിക്കണമെന്ന് ഗുരുക്കന്മാർ പറയുന്നത്. അതൊരു നിശബ്ദതയും ശാന്തതയും മൗനത്തിന്റെയും നേരവും കാലമാണ്. കുറച്ച് വിശകലനങ്ങളും വിചിന്തനങ്ങളും പുതിയ വിചാരങ്ങളും അവിടെ ഉറവെടുക്കും. മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നുള്ള ആ വിളിക്കകത്ത് ഒരു പ്രചോദനത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. ഒപ്പമുള്ള മനുഷ്യരെയൊക്കെ ക്രിസ്തുയേശുവിന്റെ മാതൃകയിൽ നമുക്കും ചേർത്ത് നിർത്താം. ജീവിതത്തിന്റെ പ്രകാശങ്ങളിലേക്ക് അവരെ പ്രചോദിപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.